അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെയിറ്റ് ലോസ് ജേർണി ആയിട്ടാണ്. എന്താ വെച്ചാല് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കണേണ് തടിയൊക്കെ കൂടി, അതൊക്കെ കുറക്കണം. അങ്ങനെ നിങ്ങളുടെയൊക്കെ കമന്റ്സും ഞാൻ കാണുന്നുണ്ട്. അതെ ഗൈസ്, അങ്ങനെ സോനു അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. തടി കുറക്കണം അല്ല സോനു? അതെ അതെ, കുറക്കണം. എന്താ വെച്ചാൽ നിങ്ങളുടെ കമന്റ്സിലായാലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, വെയിറ്റ് കുറച്ച് തടി കൂടി വരേണ്ടി എത്താ. അങ്ങനെ കുറെ കണ്ട. അല്ലാതെയും എനിക്ക് എന്റേതായ ഒരു കംഫർട്ട് ഇല്ല. ഡ്രസ്സ്, എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, അതായത് കുറെ ഡ്രസ് ഉണ്ട്, നല്ല നല്ല ഡ്രസ്സുകള്. അല്ലാതെ അയ്യോ എനിക്കിപ്പോ പറ്റില്ല നമ്മൾ മാറ്റി ഇടുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ വാങ്ങിച്ചിട്ടിരിക്കണ ഡ്രസ്സുകളൊക്കെ ലൂസ് ഡ്രസ്സുകളാണ്. നിങ്ങൾ തന്നെ പറയാറില്ലേ സോ അങ്ങനത്തെ കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇടുന്നു. മോഡേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ തടി കൂടി തന്നെ, കാരണം നല്ല ഫുഡ് അടിയാണല്ലോ. അപ്പൊ അതാണ് സംഭവം. അങ്ങനെ സോനു ഒരു തീരുമാനത്തിലെത്തി, തടി കുറക്കണം. തടി കുറച്ചേ പറ്റുള്ളൂ. മെയിൻ ഡ്രസ്സ് ഇട്ട് എനിക്കൊരു കംഫർട്ട് തോന്നാനുള്ളൂ. എന്നുവെച്ചാൽ എല്ലാം ടൈറ്റ്. ആ ടൈമിൽ, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് ഫിറ്റ് കപ്പിള് എന്നെ കോണ്ടാക്ട് ചെയ്യണത്. ഇത് അവരുടെ ഒരു എന്താ പറയുക, എല്ലാ ഒരു ഡയറ്റ് ആയാലും അതായത് അവരൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പേര് ഷാഹിദും ഹഫ്സ എന്നാണ് പേര്. ഷാഹിദ് നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്, എനിക്കറിയാം പേഴ്സണലി. പിന്നെ ഹഫ്സ ന്യൂട്രീഷൻ ആണ്. അപ്പൊ ഇവരുടെ കീഴിലാണ്. അതായത് നമ്മൾ സ്വയമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് നമ്മൾ ഇന്നുപോലെ ഡയറ്റ് ചെയ്യാൻ വേണ്ടി പോകണം, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കേസാണ്. എന്താ വെച്ചാൽ നമുക്ക് തോന്നാനൊക്കെ പിന്നെയും കഴിക്കും, നമ്മൾ തോന്നുന്ന പോലെ എക്സസൈസ് ചെയ്യും. ഒരു ഫിറ്റ്നസ് ട്രെയിനറിന്റെ കീഴിലും ഒരു ന്യൂട്രീഷന്റെ കീഴിലും നമ്മുടെ ഫുഡ് പ്ലാനും നമ്മുടെ എക്സസൈസും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ബോഡിക്ക് അത് കിട്ടും. ഹെൽത്തി ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പോകും. അപ്പൊ 15 ദിവസത്തെ ഡയറ്റിംഗ് പ്ലാനാണ് അവർ പറഞ്ഞേക്കണ. ഈ 15 ദിവസം കൊണ്ട് സോനു ശരീരത്തിൽ നല്ല മാറ്റം ഉണ്ടാകും എന്നാണ് പറയണത്. ഇന്ന് ഡേ 1 ആണ്, ഫസ്റ്റ് ദിവസം. അപ്പൊ ഫസ്റ്റ് ദിവസം രാവിലെ ഉറക്കത്തിൽ എണീച്ചുപെട്ടിരിക്കണേ. സത്യം രാവിലെ ഇപ്പൊ എത്ര മണി കണ്ട? ഒരു 7 മണി 7 ആയിട്ടുണ്ടാവും. അപ്പൊ പറ സോനു, ഇന്ന് ഫസ്റ്റ് ദിവസമായിട്ട് എക്സസൈസ് പ്ലാൻ രാവിലെ തുടങ്ങണം, വൈകുന്നേരം എങ്ങനെയാണ്? അല്ല, രാവിലെ എക്സസൈസ് വർക്ക്ഔട്ട് ഒന്നും നടക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ സൈഗുവിന് രാവിലെ കുറച്ച് ടൈം അവൻ്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്തേ പറ്റൂ. ആ ടൈമിൽ എനിക്ക് വർക്ക്ഔട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോ വർക്ക്ഔട്ട് ഞാൻ ഈവനിങ് ആക്കിയിട്ടുണ്ട്. അപ്പൊ രാവിലെ മിക്കവർക്കും ഇതേപോലെ തന്നെ ഈ പിള്ളേരുള്ളവർക്കൊക്കെ ഇതുപോലെ തന്നെ ഈവനിങ് ടൈം ആയിരിക്കും ബെറ്റർ. എന്താ വെച്ചാൽ രാവിലെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോ രാവിലെ കംഫർട്ട് ആയിട്ടുള്ളവരും ഉണ്ടാവും, പക്ഷെ എന്നാലും കൂടുതൽ പേരും. അപ്പൊ സോനു വൈകിട്ട് ടൈമാണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്, മാറ്റി വെച്ചേക്കണത്. അപ്പൊ വൈകിട്ട് സോനുവിന്റെ മരണ എക്സസൈസ് ഒക്കെ ഇന്ന് മുതൽ ഞങ്ങൾ കാണാം. അപ്പൊ അതിനു മുമ്പൊക്കെ കഴിക്കുന്ന ഫുഡ്, അത് പറയുമ്പോഴാണ് സോനുവിന്റെ സങ്കടം അല്ലെ. അവരുടെ ഒരു പ്ലാൻ ഉണ്ട്. സോനുവിന്റെ ബോഡി വെയിറ്റ് അനുസരിച്ചുള്ള ഫുഡ് പ്ലാൻ ആണ് പറഞ്ഞേക്കണത്. അപ്പൊ ഇന്ന് മുതൽ ഫുഡ് സോനു ഡയറ്റിംഗ് ആണ്. ഇനി മുതൽ ഐസ്ക്രീം ഇല്ല, ഫാറ്റ് ഫുഡ് ഒന്നുമില്ല അല്ലെ. ഫാറ്റ് ഫുഡ് ഒന്നുമില്ല, പക്ഷെ ഇവരുടെ ഡയറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി വേർഷൻ ആണ്. നമുക്ക് വിശപ്പ് അറിയൂല. അങ്ങനത്തെ ഒരു എനിക്ക് എന്റെ ബോഡി വെയിറ്റും എന്റെ ബോഡി ടൈപ്പിനുള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവര് ആ ഒരു ഹെൽത്തി വേർഷനിലാണ്. വിശപ്പ് അറിയാതെ നല്ല ഫുഡിലാണ് അവർ പറഞ്ഞേക്കുന്നത്. ആ ഫുഡ് പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ മുതല് ഇന്നത്തെ ദിവസം മൊത്തം ഡേ 1. ആ ഈ ഡേ 1 ആ ഫുഡ് പ്ലാൻ അല്ലെ. 1 വീക്ക് രണ്ടാമത്തെ ആഴ്ച ചേഞ്ച് ആവുന്നു അല്ലെ ഫുഡ്. ഫസ്റ്റ് വീക്കിന്റെ ചാർട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വീക്കിന്റെ ചാർട്ടാണ് നിങ്ങൾ. ഫസ്റ്റ് വീക്കിന്റെ ചാർട്ട് ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് കാണിച്ചു തരും. അപ്പൊ സോനു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ എന്തോ റൈസിൻസ്, രാത്രി റൈസിൻസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറുത്തുമുന്തിരി രാത്രി ഉണക്കമുന്തിരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ അതൊന്ന് ഉടച്ചിട്ട് അത് തന്നെ കുടിക്കണം എന്ന് പറഞ്ഞു. വെറും വെയിറ്റിലാണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വെയിറ്റ് നോക്കണം, എന്നിട്ട് നമുക്ക് അത് പോയി കുടിക്കാം അല്ലെ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. റൈസിൻസ് വാട്ടർ വെറും വെയിറ്റ് കുടിക്കുന്നതിന് മുമ്പ് നമുക്ക് സോനുവിന്റെ ബോഡി വെയിറ്റ് അറിയണം. ഡേ 1 ആയിട്ട് എത്ര കിലോ ആയിട്ടെന്ന് അറിയണം. കാരണം 52-53 മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിവെച്ച ആളാണ് ഇപ്പൊ ഇത്ര ആയിട്ടിരിക്കുന്നത്. സോനു എന്തായാലും ബോഡി വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് വേണം ഷാഹിദിന്റെ കീഴിൽ എനിക്കും ട്രെയിൻ ചെയ്ത് എനിക്കും തടി കുറക്കാൻ. അപ്പൊ സോനു കേറിയേക്ക് നോക്കട്ടെ എന്തോരം ഉണ്ടെന്ന്. നേരെ കുറച്ചുകൂടെ കയറിയത് കാല് ബാക്ക് പുറത്തായിക്കണ. മതി 65 കിലോ, 64-65 ഇറങ്ങിക്കോ. സോനു എങ്ങനെ ഉണ്ടായിരുന്ന ആളാ, ഇപ്പൊ എങ്ങനെയായി? ഞാനത് കൂട്ടിയാണ് വെയിറ്റ് നല്ല എനിക്കും മാറ്റം വന്നിട്ടുണ്ടാവല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് 10-12 കിലോ കുറക്കണം സോനു. അപ്പൊ 15 ദിവസം കൊണ്ട് എന്തായാലും അത്രയും കുറക്കൽ നടക്കില്ല. നമുക്ക് നോക്കാം. 15 ദിവസമാണ് ഒരു ടൈം പറഞ്ഞേക്കണം. 15 ദിവസത്തിനുള്ളിൽ സോനുവിന്റെ ബോഡിയിൽ നല്ല മാറ്റം ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മാക്സിമം 15 ദിവസത്തിൽ ഇവര് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഓൺലൈനിലൂടെ ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് എത്ര വെയിറ്റ് കുറയും നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റൈസിൻസ് വാട്ടർ അത് അടുത്ത് കുടിക്കും. രാത്രി ഇതുപോലെ 10-12 റൈസിൻസ് സോക്ക് ചെയ്യാൻ വെക്കണം. അത് രാവിലെ വെറും വയറ്റിൽ വേണം കഴിക്കാൻ. ഇതുപോലെ സ്ക്വീസ് ചെയ്തിട്ട് അത് കഴിക്കുകയും ചെയ്യണം, കൂടെ ഈ വെള്ളം കുടിക്കുകയും ചെയ്യണം.
അപ്പൊ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ആയിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരു ഫുഡ് ലിസ്റ്റ് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെ വെച്ചാൽ ഇഡ്ഡലി, ദോശ, പത്തിരി, ചപ്പാത്തി, വീറ്റ് പുട്ട്, റാഗി പുട്ട്, അങ്ങനെ കുറച്ച് ലിസ്റ്റ് ഇട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡെയിലി 2 എഗ് വൈറ്റും ഉണ്ട്. അപ്പൊ ഈ ഫുഡ് എല്ലാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണുള്ളത്. കൂടെ കറി എന്ന് പറയുന്നത് പൾസസ് കറി ആയിരിക്കും. ഗ്രീൻ ഗ്രാം, ചിക്ക് പീസ്, ബംഗാൾ ഗ്രാം, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഞാനിന്ന് സെലക്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ വീറ്റ് ദോശയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. വീറ്റ് ദോശയും 1 പയർ കറിയാണ്. അപ്പൊ ടൈം കളയണ്ട, ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാം. അതുപോലെ തന്നെ ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കണം. ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണ് എത്ര വെള്ളം കുടിക്കണം വേണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് 2.5 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. ഇത് 2.25 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഒരു എക്സ്ട്രാ ഒരു ഗ്ലാസും കൂടി കുടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വീറ്റ് ദോശയാണല്ലോ എന്ന് വിചാരിച്ച് സന്തോഷമുണ്ട. ഇത് വെളിച്ചെണ്ണ ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എത്ര എണ്ണം വേണമെങ്കിലും കഴിക്കാന്നില്ല, 2 എണ്ണേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സമയം 11 മണിയായി. ഈ ടൈമിൽ അവരെനിക്കൊരു ബ്രഞ്ചായിട്ട് ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പേഴ്സ് എടുത്തിട്ടുണ്ട്, സബർജില്ലി. അപ്പോൾ അതിൽ എന്ത് വേണമെങ്കിലും കഴിക്കാം. ആപ്പിൾ, ഓറഞ്ച്, അങ്ങനെ ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി. നമുക്ക് വിശപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ബ്രഞ്ചായിട്ട്. ഒരു ഹോൾ ഫ്രൂട്ടാണ്, ജ്യൂസായിട്ട് ഒട്ടും കുടിക്കാൻ പാടില്ല. ഫ്രൂട്ട് നമ്മൾ ചൂസ് ചെയ്ത് പതുക്കെ പതുക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കണം. ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്ക് കഴിക്കാനുള്ള ലഞ്ചിൽ തന്നേക്കുന്നത് 3 ഓപ്ഷനാണ് ഉള്ളത്. ചപ്പാത്തി, വീറ്റ് ദോശ, അല്ലെങ്കിൽ വീറ്റ് പുട്ടാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ വീറ്റ് ദോശ ആക്കിയതുകൊണ്ട് ഉച്ചക്ക് ഞാൻ ചപ്പാത്തിയാണ് ആക്കിയേക്കണം. ഇതിൻ്റെ കൂടെ പ്ലസ് ഒരു വെജിറ്റബിൾ തോരനും വേണം, കറിയും വേണം. കറി എന്ന് പറയുമ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ഫിഷാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും കറി. അപ്പോൾ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും റൈസ് നമുക്ക് കഴിക്കാവുന്നതാണ് ഈ മെനുവിൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചപ്പാത്തിക്കാണെങ്കിൽ ഡ്രൈ ആണ്, ഓയിൽ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ, എൻ്റെ ടീ ടൈം ആയിട്ടുണ്ട്. ടീ ജിഞ്ചർ ടീ ആണ്. 3 ഡേറ്റ്സും 5 ആൽമണ്ട്സും കൂടെ ഉണ്ട്. ജിഞ്ചർ ടീ ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് വാട്ടർ എടുക്കണം. അതിലേക്ക് ജിഞ്ചർ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നല്ലോണമായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് അതിൽ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഹണിയും ലെമണും മിക്സ് ചെയ്യണം. അതാണ് ജിഞ്ചർ ടീ. അപ്പോൾ എൻ്റെ സ്നാക്സും ടീയും ഞാൻ ആസ്വദിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഈ ഡ്രസ്സൊക്കെ ഇട്ട് എന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന്. വേറെ ഒന്നുമല്ല, ഈ ടീയൊക്കെ കുടിച്ച് ഒരു ഹാഫ് അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ട് തുടങ്ങും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വർക്കൗട്ട് ഈവനിങ് ആണ് ചെയ്യുന്നത്. രാവിലെ സൈക്കിളിൻ്റെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് നടക്കില്ല. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വർക്കൗട്ടിൻ്റെ ടൈം ആയിട്ടുണ്ട്. അതിനു മുമ്പ് അവർ തന്ന ലിസ്റ്റിൽ എനിക്ക് പ്രീ വർക്കൗട്ട് മീലായിട്ട് ഒരു റോബസ്റ്റ് ബനാന കഴിക്കാൻ തന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ടാവാം നമുക്ക് അടുത്തത്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ഡേ വർക്കൗട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അവരെനിക്ക് 3000 സ്റ്റെപ്പിങ്സ് ആണ് തന്നേക്കണത്. 1500 ജോഗിങ് ഓർ റണ്ണിങ് ആണ് തന്നേക്കണത്. ഞാൻ അതിൽ ജോഗിങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള 1500 വാക്കിംഗ് ഓർ സ്കിപ്പിംഗ്. അത് ഞാൻ വാക്കിംഗ് ആണ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ട് സോനു? ടയർഡായ? കുഴപ്പമില്ല, ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ. ഇനിയുണ്ട് സമയം, ഇനിയും ടൈം കിടക്കണേ ഉള്ളൂ. ഫുൾ
ബോഡി വെട്ടി ഫെയർക്ക് അതുണ്ടാവും ഇറക്കണം. കുറെ നാളായല്ലോ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ശ്വാസം കിട്ടാനുള്ള. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളൂ. സ്റ്റാർട്ട് ചെയ്യോ? ഓക്കെ, അപ്പൊ 3000 സ്റ്റെപ്പിങ്സ് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി വർക്ക്ഔട്ട് ആണ് ചെയ്യേണ്ടത്. ഷാഹിദ് തന്നെ ട്രെയിൻ ചെയ്ത വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണം. അപ്പൊ നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, എന്റെ വർക്ക്ഔട്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം സ്വെറ്റ് ആയിട്ടുണ്ട്. ഇനി സ്വെറ്റ് ഒക്കെ ഉണങ്ങിയ ശേഷം വേണം എനിക്കിനി ഫ്രഷ് ആവാനായിട്ട്. അതിനുശേഷം ഒരു 8 മണിക്കുള്ളിൽ എനിക്ക് ഡിന്നർ കഴിക്കണം. അപ്പൊ ഇനി ഡിന്നറിന് കാണാം നിങ്ങളെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഡിന്നറിന്റെ ടൈം ആയിട്ടുണ്ട്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി. അപ്പൊ ഇന്ന് ഞാൻ ഡിന്നറിന് കഴിക്കാൻ പോണത് ചപ്പാത്തിയാണ്. 2 ചപ്പാത്തിയും അതും ഓയിൽ ഇല്ലാതെയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഡിന്നറിന് ചപ്പാത്തി അല്ലെങ്കിൽ വീറ്റ് ദോശയാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ചെറുപയറും ഫിഷാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഫുഡ് ചാർട്ടിൽ റേസിൻസിൽ തുടങ്ങിയിട്ട് ഡിന്നറിൽ ഞാൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ 10ാമത്തെ ദിവസം തൈരാണ് ഡയറ്റിങ് തുടങ്ങിയിട്ട്. ഇവിടെ കിടന്ന് ഭയങ്കര മരണ വർക്കൗട്ടും ഫുഡ് കൺട്രോളിങ് ഞങ്ങൾ തിന്ന് കൊതിപ്പിച്ചിട്ട് പോലുമില്ലേ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ആ ഒരു ഡെഡിക്കേഷൻ അത് വിട്ടിട്ടില്ല. അതെ അതെ അതെ, സാധാരണ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല സോനുവിന് അത്രയും പറ്റുന്നുള്ളത്. എന്തായാലും 10 ദിവസം ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. സോനുവിന് നല്ല ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫേസും ബോഡിയിലൊക്കെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് സോനു ഈ 10 ദിവസത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഫിട്രി കപ്പിളിന്റെ കീഴിലുള്ള ട്രെയിനിങ് ആണത്. നല്ലൊരു ട്രെയിനിങ് തന്നെയാണ്. ഫസ്റ്റ് 2-3 ദിവസം ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അതൊന്നും കാര്യമില്ല. അവരുടെ ഓരോ വർക്കൗട്ട്സും ഫുഡ് രീതിയും നന്നായിട്ട് നന്നായിട്ട് പോകണ്ട്. നമുക്ക് വിശപ്പൊന്നും വരില്ല. ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും എല്ലാം ഉണ്ടാവും. അതായത് ഫുഡൊക്കെ ഉണ്ട് കറക്റ്റ് എല്ലാം ഉണ്ടാവും. അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് തന്നെ ഏറ്റവും ക്രേവിങ്സ് അത് നമ്മൾ എന്തായാലും കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റൂല. പിന്നെ ഇവര് ഈ ഓരോ മണിക്കൂർ ഈ അപ്ഡേഷൻസ് ചോദിച്ചിട്ടേ നമ്മള് വാട്സാപ്പിൽ ഇങ്ങനെ കഴിച്ചോ, എന്താണ് കഴിച്ചത്, കഴിച്ച സാധനങ്ങളുടെ ഫോട്ടോ കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതെ, അതായത് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളിപ്പോ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ട്രെയിനർ, ആ ട്രെയിനറുടെ ന്യൂട്രീഷ്യൻസിന് അവർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് ഓരോ ദിവസം അവരുടെ ദൗത്യം കറക്റ്റ് ആയിട്ട് അവർ ചെയ്യേണ്ടത്. അതാണ് മെയിൻ. അതുകൊണ്ടിട്ടാണ് ഇത്ര വ്യത്യാസം വരാൻ കാരണം. അതൊക്കെ പോട്ടെ, നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് 15 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ശരിക്കും 30 ദിവസത്തെ ട്രെയിനിങ് ആണിത്. ഇവിടെ ഞങ്ങൾ 15 ദിവസം ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങളുടെ അടുത്ത് ആ റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. 10ാം ദിവസം തന്നെ നമുക്ക് എന്തായാലും ആ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. നമുക്കപ്പോ ആദ്യം വെയിറ്റ് ചെക്ക് ചെയ്യാം. അന്ന് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 64-65 കിലോ ഉണ്ടാകും. 65 കിലോ ഉണ്ടാകും. ഇന്ന് നമുക്ക് വെയിറ്റ് എത്രയുണ്ടെന്ന് നോക്കാം. കാലൊക്കെ കറക്റ്റ് വെച്ച് ബാക്ക് കാല് കയറ്റി വെച്ച് കുറച്ച് കയറ്റി അനങ്ങല്ലേ. 62, 61 കിലോ അല്ലെ സ്ട്രൈറ്റ് കൊണ്ട് 61.5. ഓക്കെ, ഇറങ്ങിക്കോ ഗൈസ്. 10 ദിവസം കൊണ്ട് 3.5 കിലോ കുറച്ച് അല്ലെ, 3.5 കിലോ 10 ദിവസം കൊണ്ടിട്ട്.
അപ്പൊ 15 ദിവസത്തിൽ നമുക്ക് എത്ര കുറയാൻ പറ്റും നോക്കണം. ശരിക്കും ഒരാഴ്ചയിൽ 2 കിലോണ് കണക്ക്. നമ്മൾ ഡയറ്റിംഗ് പ്ലാൻ, ഡയറ്റിങ്ങും കറക്റ്റ് ഡയറ്റിങ്ങും എന്താ പറയാ കറക്റ്റ് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 കിലോ കുറയും എന്നുള്ളതാണ്. ഇവിടെ സോനുവിന് ഇപ്പൊ ഇത്രം, അതായത് ഇപ്പൊ 10 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും 1.5 ആഴ്ചയായി. അപ്പൊ 1.5 ആഴ്ച ആകാനാകുമ്പോഴത്തേക്കും 3.5 കിലോ കുറച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പൊ നമുക്ക് 15 ദിവസത്തിൽ ഇനി മാക്സിമം 15 ദിവസത്തിൽ നമ്മുടെ കണക്കുള്ള ഒരു 5 കിലോ കുറച്ചാൽ മതി. അല്ല ആക്ച്വലി എനിക്കിത് കണ്ടിന്യൂ ഫുള്ള് ചെയ്ത് അല്ല നല്ലതാ. കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ അത്ര ഒന്നല്ല. എന്നിട്ട് വേണം എനിക്കും തുടങ്ങാം. 15 ദിവസത്തിലൊക്കെ ഞാനും വെയിറ്റ് ഒക്കെ കുറക്കും. നിന്നൊക്കെ ഇവിടെ കണ്ടിട്ട് തന്നെ എനിക്ക് അവരുടെ കീഴിൽ എനിക്കും തുടങ്ങാൻ വേണ്ടി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് രാവിലെ ടൈമാണ്, വെറും വെയിറ്റിൽ നിക്കണേണ്. അതുകൊണ്ടിട്ടാണ് അപ്പൊ ഞാനൊക്കെ കണ്ടില്ലേ വീട്ടുവശത്തിൽ ഉറക്കത്തിൽ എണീറ്റ് വന്നിട്ട് നിൽക്കുന്ന സീനാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യം തന്നെ മറ്റേ മുന്തിരി ഓവർനൈറ്റ് സോക്ക് ചെയ്തത് നമുക്ക് ഫസ്റ്റ് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 10ാമത്തെ ദിവസത്തെ പരിപാടി തുടങ്ങി. ഫ്രണ്ട്സ്, ഇന്ന് 10ാമത്തെ ഡേ ആണ്. ഫിട്രി കപ്പിളിന്റെ ട്രെയിനിങ്ങിൽ ഇത് 10ാമത്തെ ഡേ ആണ്. ഈ പ്ലാനിൽ എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട് 10th ഡേയിൽ. ഇപ്പൊ സ്റ്റെപ്സ് ഫസ്റ്റ് ഞാൻ 3000 സ്റ്റെപ്സ് ആയിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് 4000 സ്റ്റെപ്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഔട്ട്സും കുറച്ച് എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ വാം അപ്പ് ഒക്കെ കഴിഞ്ഞു, ഒരു സ്റ്റെപ്സും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്റെ വർക്ക്ഔട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ വാം ഡൗണും കഴിഞ്ഞു. 10ാമത്തെ ദിവസം ഫുൾ വർക്കൗട്ട് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി എൻ്റെ 15ാമത്തെ ദിവസം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇനി സാധാരണ പോലെ തന്നെ ഫ്രഷായി ഡിന്നർ കഴിക്കണം. ഇതൊക്കെ കൂളായിട്ട് വേണം ഫ്രഷായിട്ട് ഡിന്നർ കഴിക്കാൻ. ഫ്രണ്ട്സ്, ഇന്ന് 13ാമത്തെ ദിവസമാണ് എൻ്റെ വെയിറ്റ് ലോസ് ട്രെയിനിങ് തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്ത് ആകെ സ്വെറ്റായിട്ട് ഇരിക്കുന്നതാണ്. സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് വിർച്വൽ ട്രെയിനിങ്ങും എല്ലാം എടുക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ അവരോട് വീഡിയോ കോൾ ചെയ്ത് എൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, എനിക്കുള്ള ഡൗട്ട്സ് എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. ഫിട്രി കപ്പിളിനെ ഞാനിപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ പോകണേണ്. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം. ഓക്കെ, അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. വർക്കൗട്ട് ഇപ്പൊ കഴിഞ്ഞുള്ളൂ. സ്റ്റെപ്സും വർക്കൗട്ട്സും എല്ലാം കഴിഞ്ഞു. ഇന്ന് നേരിയ മഴ ഉണ്ടായതുകൊണ്ട് ഉള്ളിലും കുറച്ച് നടന്ന് പുറത്തും കുറച്ച് നടന്നു. ഫുഡ് അതുപോലെ തന്നെ ചാർട്ടഡ് ആയിട്ടുള്ള നിങ്ങളുടെ അതേ സ്റ്റൈലിൽ തന്നെ പോകുന്നുണ്ട്. ഇന്ന് 4000, അതന്നെ 4000 മിക്സ് ആക്കിയിട്ടാ ചെയ്യണത്. ഫുൾ ഹോൾ 2000 റണ്ണിങ് 2000 വാക്കിംഗ് അങ്ങനെ അല്ലാതെ മിക്സ് ആക്കിയിട്ടാ ചെയ്യണത്. 4000 ഇപ്പൊ ഇല്ല അങ്ങനത്തെ. ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നല്ലോ. കുറച്ച് എനർജി കൂടിയിട്ടുണ്ട്. ഫസ്റ്റ് ബ്രത്തിൽ തന്നെ ശ്വാസം മുട്ടുമായിരുന്നു. ഇപ്പൊ അതില്ല. ഉണ്ട്. അത് എല്ലാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പിയറൻസിൽ ചേഞ്ച് ഉണ്ട് എന്നൊക്കെ തന്നെ. വീഡിയോസിൽ തന്നെ എല്ലാരും കമന്റ്സ് ഇടാൻ തുടങ്ങി. തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ ഗൈസ്, അവരെങ്ങനെയാണ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ വാട്സപ്പ് വഴി ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടാവും. ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ വെയിറ്റ് കുറയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒന്നും വേണ്ട. ഞാനത് എന്താ പറയുക ശരിക്കും റിയലായിട്ട് മനസ്സിലാക്കിയതാണ് വെയിറ്റ് കുറയും എന്നുള്ളത്. എന്ന് വെച്ചാൽ അത്രയും പക്കയായിട്ടാണ് അവർ പോണത്. നമുക്കിപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം.
ഒരു ടെൻഷൻ ആവശ്യമില്ല. ഇപ്പോൾ ഓരോ ടൈമിൽ അവരുടെ ഫുഡിൻ്റെ ആയാലും നമ്മൾ അയച്ചു കൊടുക്കണത് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അവരുടെ ഓരോ ട്രെയിൻ നമ്മൾ ചോദിക്കുന്നതാണ്. അതുപോലെ ഇന്ന് 13ാമത്തെ ദിവസം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ 15 ദിവസത്തിനുള്ളിൽ നിങ്ങളോട് എൻ്റെ റിസൾട്ട് പറയാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഞാൻ 30 ഡേയ്സിൻ്റെ ട്രെയിനിങ് ആണ് എടുത്തേക്കണം. അപ്പം ഇനി 2 ദിവസവും കൂടിയേ ഉള്ളൂ. ആ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എൻ്റെ റിസൾട്ട് എന്നുള്ളത്. ഓക്കെ ഗൈസ്, അങ്ങനെ സോനുവിന്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 15ാമത്തെ ദിവസം. 15ാമത്തെ ദിവസത്തെ ട്രെയിനിങ് ആണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വയറിനൊക്കെ മരണം നോക്കോട്ട്. എണീക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കണ്ട്. അല്ല ഓർമ്മണ്ട 15 ദിവസം എങ്ങനെയാണെന്ന്. അപ്പൊ 15ാമത്തെ ദിവസത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സോനുവിന് വന്നിട്ടുള്ളതെന്നും വെയിറ്റിൽ എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ ആ സോനുവിന്റേതായ കുറച്ച് എക്സ്പീരിയൻസ് ഡൗട്ട്സ് ഉണ്ടാവും. അതെ അതെ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ നീ എല്ലാത്തിനും മറുപടി പറയണം. അപ്പൊ വർക്കൗട്ട് കഴിഞ്ഞിട്ട് പോയി ഫ്രഷ് ആയിട്ട് പോവാ. ഞങ്ങളും ഫ്രഷ് ആയിട്ട് വരാം. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് സോനു കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ചോദിക്കേണ്ടത് ഈ 15 ദിവസം ട്രെയിനിങ് ചെയ്തിട്ട് എത്ര കിലോ വെയിറ്റ് കുറഞ്ഞെന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വെയിറ്റ് നോക്കാം. ഓക്കെ, കേറി. 60 വേണോ 59 വേണോ എന്നുള്ള ഡൗട്ടിലിരിക്കുന്നത് സോനു. അപ്പൊ 5.5 കിലോ നീ കുറച്ച്. ഗൈസ്, 15 ദിവസം കൊണ്ട് 5.25 കിലോ ആണ് കുറച്ചത്. ശരിക്കും ഇതൊരു നിസ്സാര കാര്യമില്ല. മെയിനായിട്ട് സോനുവിന്റെ ഡെഡിക്കേഷൻ, പിന്നെ ഫിറ്റ് ട്രീറ്റ് കപ്പിളിന്റെ ആ പക്കുള്ള ട്രെയിനിങ്, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുള്ള ട്രെയിനിങ്, അതിലാണ് കാര്യം. എന്താ സോനു ഇത്ര ദിവസം 15 ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഇതൊരു ഹെൽത്തി വെയിറ്റ് ലോസ് പ്രോഗ്രാം ആണ്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യണേ, ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രൂട്ട്സ് കഴിക്കേണ്ടി വരും. ഒരു ഫ്രൂട്ട്, ഒരു ആപ്പിൾ, രാവിലെ ഒരു ആപ്പിൾ, ഉച്ചയ്ക്ക് ഒരു ആപ്പിൾ, വൈകുന്നേരം ഒരു കോഴിമുട്ട, അങ്ങനെയൊക്കെ ആവുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ അല്ല, ഇവരുടെ തന്നെ ഒരു ബാലൻസ് ഫുഡ് ഡയറ്റ് ആണ്. എന്നുവെച്ചാൽ നോർമൽ ഫുഡ് കൊണ്ട് തന്നെ ബാലൻസ് ഡയറ്റ് ആണ്. അതായത് ചിക്കൻ, ഫിഷ്, ചിക്കൻ, ഫിഷ്. പക്ഷേ കാര്യത്തിലായപ്പോ സോനു ആദ്യം കുറെ ടെൻഷൻ, ബിക്കോസ് ചീസ് ലവേഴ്സ് ആണ് നമ്മൾ, കുറെ ഫുഡ് ലവർ ആണ്. പുറത്തു പോയപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ടൈപ്സ് ഓഫ് ഫുഡ് ഷീ വാണ്ട് ടു ടേസ്റ്റ്. അപ്പൊ ആ കാര്യത്തിലായിരുന്നു മെയിൻ. അതെ, ഇതിലിപ്പോ എന്ന് പറഞ്ഞാല് നമുക്ക് ബീഫും മട്ടനും ഒന്നും കഴിക്കാൻ പറ്റില്ല, ചിക്കനും ഫിഷും കഴിക്കാം. ഈ രണ്ടും കഴിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ ഏതാണ്ട് ഒരു ആശ്വാസം. പിന്നെ എഗ് വൈറ്റും എന്ന് പറഞ്ഞപ്പോ മഷു പറഞ്ഞു എഗ് വൈറ്റ്, ഞാൻ പറഞ്ഞു അതൊരു ആശ്വാസമാണ് തന്നെ. ഡെയിലി രാവിലെ എഗ് വൈറ്റ് ഉണ്ടാവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും ഫസ്റ്റത്തെ ഒരു ചാർട്ടിൽ നമുക്ക് എഗ് വൈറ്റ് കമ്പൽസറി, പ്രോട്ടീൻ ആണ്. ഒരു 2 എഗ്ഗിന്റെ വൈറ്റ് ഉണ്ടാവും. കൂടെ തന്നെ ഫസ്റ്റ് നമുക്ക് തന്നെ വീക്കിലി ചാർട്ടിൽ ഫസ്റ്റ് റൈസ് ഫുഡ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇത് പത്തിരി, അപ്പം, അതൊക്കെ തരുമ്പോ തന്നെ ഒരു ആശ്വാസം. ഞാൻ വെച്ചേ ഡയറ്റ് ആകുമ്പോ പത്തിരി അപ്പം ഓക്കെ, അതും ക്വാണ്ടിറ്റി കൂടുതലല്ല, 2, 3 എന്ന് വെച്ചാൽ കാണിച്ചു. അത്ര ഉള്ളത് തന്നെ നമുക്ക് ആശ്വാസവും. കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യം ശരീരത്തിൽ വേണം. ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ചാണ് അവര് ഈ ഫുഡിന്റെ ഒരു ക്രമീകരണം കൊടുക്കുന്നത്. ഇപ്പൊ എന്നെക്കാളും കൂടുതൽ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ അവരത് കട്ട് ചെയ്ത് ഫുഡ് ചാർട്ട് വേറെ ആക്കും. എനിക്ക് വേണ്ടതനുസരിച്ചാണ് അവർ ഫസ്റ്റ് വീക്കിൽ. സെക്കൻഡ് വീക്കിൽ എന്ന് പറഞ്ഞാൽ ഫുഡ് എനിക്ക് ഇതുപോലെ തന്നെ വീറ്റ് ആയിരുന്നു. PCOD പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് വേറെ, അവർക്ക് വേറെ PCOS, PCOD ഇവർക്ക് പ്രത്യേക ഡയറ്റും പ്രത്യേക വെയിറ്റ് വർക്കൗട്ടും ആയിരിക്കും കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. അത് സ്പെഷ്യൽ ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ക്വാളിഫൈഡ് ന്യൂട്രീഷൻ ക്വാളിഫൈഡ് ആണ്. ഡയറ്റീഷ്യന്മാർ ക്വാളിഫൈഡ് ആണ്. പ്രത്യേകിച്ച് അവരെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഫുഡ് ഇപ്പൊ ഒരു പേഴ്സണലൈസ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മളും ഈ ഫിറ്റ് കപ്പിൾ എന്ന് പറയുന്ന ഹഫ്സയും ഷായദും പിന്നെ എക്സ്ട്രാ ഒരു ട്രെയിനറും കൂടി ഉണ്ടാവും. എനിക്ക് ഫസീല എന്ന് പറഞ്ഞ ഒരു ട്രെയിനർ ഉള്ളത്, അവരാണുള്ളത്. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ട്രെയിനിങ് നോക്കുന്ന ഫസീല എന്ന് പറഞ്ഞാൽ എന്റെ ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഫസീലയാണ്. അപ്പൊ ഡെയിലി ആ ടൈമിൽ ആ ഒരു കറക്റ്റ് എമൗണ്ട് ടൈമിൽ എന്റെ അടുത്ത് ചോദിക്കും. ഇവിടെ നമുക്ക് ഷൂട്ട് സമയത്ത് കഴിക്കാറില്ല. ചിലപ്പോ നമ്മൾ ലഞ്ച് ഒക്കെ ഈവനിങ് ആയിരിക്കും. അങ്ങനെ നമ്മൾ മാറും ടൈമിങ്സ് ഒക്കെ. ഇത് നല്ലൊരു എന്താ പറയാ ചോദിക്കാനും കറക്റ്റ് ടൈമിൽ ലഞ്ച് കഴിച്ചു. എന്താണ് കഴിച്ചത്? ആ ഫോട്ടോ എടുത്തൊന്ന് വാട്സാപ്പിൽ. ചിലപ്പോ നമ്മൾ ഷൂട്ടിലായിരിക്കും. അപ്പൊ സോറി ഇടയിൽ പോയിട്ട് ചപ്പാത്തി ഉടക്ക ചപ്പാത്തി
എനിക്ക് ചോദിക്കാനും പറയാൻ ആൾക്കാരെ കറക്റ്റ് ടൈമിൽ അവർ എന്നോട് ചോദിക്കും കഴിച്ചാണ്. ഈ ഷൂട്ടിന്റെ ഇടയിൽ പോയിട്ട് ഞാൻ വേഗം കഴിക്കും. എനിക്ക് 2 ചപ്പാത്തി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പൊ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ഇനി എന്താ പറയാ വർക്കൗട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? വർക്കൗട്ട്സും ഉണ്ട്. അതിന് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഇഷ്ടമുള്ള ടൈമിലാണ് വർക്കൗട്ട്. നമ്മുടെ വീട്ടിലിരുന്നുള്ള വർക്കൗട്ട്സ് ആണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോ പുറത്തു പോയി ചെയ്യാനോ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. എനിവേ സോനിന് മോർണിംഗ് ടൈം ഒന്നും ഒരിക്കലും പറ്റൂല. സൈഗുന്റെ കുറച്ച് കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് മോർണിംഗ് സെലക്ട് ചെയ്യാൻ പറ്റൂല. അതായത് നമുക്ക് ഇഷ്ടമുള്ള ടൈം സെലക്ട് ചെയ്യാം. അതാണ് മെയിൻ വേറെ പ്രത്യേകത. ഇപ്പൊ മോംസ് നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർക്കാണെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇപ്പൊ സൈഗുൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സൈഗുന്റെ കുറച്ച് കാര്യങ്ങൾ രാവിലെ ഉള്ളതുകൊണ്ട് എനിക്ക് അതൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ വൈകുന്നേരമായിരുന്നു പറഞ്ഞിരുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ തന്നെ സ്റ്റെപ്സും ഒരു വാമപ്പും ഒരു വർക്കൗട്ടും പിന്നെ വാം ഡൗൺ അങ്ങനെയാണ്. ഫസ്റ്റ് വീക്കിൽ അവർ സ്റ്റെപ്സ് കുറച്ച് തരും, സെക്കൻഡ് വീക്കില് സ്റ്റെപ്സ് കൂട്ടി തരും. അങ്ങനെയാണ് വർക്കൗട്ട്സിന്റെ. ആദ്യത്തെ ഡേ 7 ഒക്കെ ആകുമ്പോൾ സ്റ്റാമിന ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ആദ്യം സോലോ ഓടിയപ്പോഴേക്കും ഞാൻ തന്നെ ഇത് എത്ര നാളിങ്ങനെ ഓടാനുള്ളത്. പക്ഷെ ഓടി ഓരോ ഡേ 1, 2, 3, 4 ഒക്കെ ആയപ്പോഴേക്കും സ്റ്റാമിന കൂടി സിമ്പിൾ ആയിട്ട് ഓടാൻ തുടങ്ങി. അപ്പൊ സ്റ്റെപ്സും ഇൻക്രീസ് ആക്കി. കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പ്രോട്ടീൻ അവർ തന്നെ പ്രോട്ടീൻസ് നമുക്ക് എഗ് വൈറ്റ് ആയാലും ബദാം ഡേറ്റ്സ് അങ്ങനെ ഉണ്ട്. അപ്പൊ ആ പ്രോട്ടീൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ നമ്മുടെ എനർജിയും കൂടും. ഒരു ഫസ്റ്റ് ഡേയ്സിൽ 2-3 ദിവസമൊക്കെ ഭയങ്കര എനർജി ഒരു തലവേദനയൊക്കെ ഉണ്ടാകും. നമുക്ക് ഡെയിലി കഴിക്കുന്ന ടീ ഇല്ലാത്തതിന്റെയും ചോറില്ലാത്തതിന്റെ ഉണ്ടായിരുന്നു. പക്ഷെ 3-4 ദിവസം ആയപ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് ആക്ച്വലി വൺസ് ഇൻ എ വീക്ക് ചോറ് കഴിക്കാന്നുണ്ടായിരുന്നു. പക്ഷെ ചോറ് അതൊന്നും കഴിക്കാതെ ഞാൻ ലൈക്ക് 21st ആനിവേഴ്സറി അതുപോലെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും ഡയറ്റീഷ്യനോട് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു. അവരിപ്പോ പറഞ്ഞു ഓക്കെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അന്ന് കഴിക്കാൻ പറഞ്ഞു. അത് ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ ഞാൻ കഴിച്ചോളൂ. അതുകൊണ്ട് അപ്പൊ ആ ഒരു പ്രോബ്ലം എനിക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന ടൈമില് അവര് ക്ലിപ്പിംഗ്സ് അയച്ചു തരും നമ്മൾ എന്തൊക്കെയാ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് ഞാൻ പറയണെന്ന് വെച്ചാണ് ഡെയിലി ഇപ്പൊ ഡേ 1, 2 എന്ന് പറഞ്ഞാൽ അവര് വർക്കൗട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡേ 1 രണ്ട് ടൈപ്പ് ആയിരിക്കും. ഓൺലൈൻ ട്രെയിനിങ് അങ്ങനെ ഉണ്ടാവുമല്ലേ? സോൺ ഓപ്റ്റ് ചെയ്തത് വീഡിയോ അയക്കുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിർച്വൽ ട്രെയിനിങ് ഉണ്ട്. 2 പ്രാവശ്യം ഞാൻ അത് ചെയ്തായിരുന്നു. വിർച്വൽ ട്രെയിനിങ് ചെയ്തായിരുന്നു. ഓൺലൈനിൽ ഇതുപോലെ നമുക്ക് ഓരോ ടൈമിങ്ങിൽ ഇപ്പൊ ഡെയിലി ഉണ്ട് അവർക്ക് 1, 2, 3 അങ്ങനെ 30 ഡേയ്സിന്റെ പ്രോഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് റിസൾട്ട് ഷെയർ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ 15 ഡേയ്സിൽ ഞാനിപ്പോ 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 5.25 കിലോ കുറച്ച്. അതിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. ഓരോ വർക്കൗട്ട് ചെയ്ത് 5.25 കിലോ കുറക്കാൻ പറ്റുന്നത്. അത് നമ്മള് എന്താണ് ഒരു ക്ഷമ വേണം. നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാനായാലും അവര് പറയുന്ന വർക്കൗട്ട് കറക്റ്റ് ആയിട്ട് പോകണം. അതാണ് ഈ ഫിറ്റ് കപ്പിളൊരു സെലക്ട് കൊടുക്കും. എന്താ വെച്ചാൽ എല്ലാം പക്കയാണ്. വേറെ ലെവലായി. നല്ലൊരു ട്രെയിനിങ് തന്നെയാണ്. നമുക്കൊരു മോട്ടിവേഷൻ കൂടുതൽ തരും. ഓക്കെ ചെയ്യണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിൾസ് എന്ന് പറയുന്നത് തന്നെ ഈ ഹഫ്സയും ഷാഹിദും ആണ്. അപ്പൊ അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ ആണ്. ഫസ്റ്റ് ഒരു മടിയുണ്ടായിരുന്നു, നടക്കില്ല കാര്യങ്ങളൊക്കെ. പക്ഷെ ബെസ്റ്റ് ട്രെയിനിങ് ആണ് അവരുടെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ 30 ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താൻ പ്ലാൻ ഉണ്ടോ? 30 ദിവസം ട്രെയിനിങ് നമ്മൾ 15 ഡേയ്സ് വന്നപ്പോ തന്നെ കൂടുതൽ മോട്ടിവേറ്റ് ആയി. പിന്നെ 30 ഡേയ്സ് എത്തുമ്പോ എന്നിനുള്ള മാറ്റം കാണുമ്പോ ഇത്ര ദിവസം തന്നെ അപ്പൊ നിങ്ങൾ തന്നെ പറയാൻ തുടങ്ങി സുഹാന തടി കുറഞ്ഞു, മൊഞ്ചത്തെ വരുന്നുണ്ട്. അപ്പൊ 30 ഡേയ്സിൽ ബെറ്റർ ആവും ഞാൻ. അപ്പൊ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. ഈ ഹെൽത്തി ഇനി പുതിയ വർഷം എന്നുള്ളത് ഒരു ഹെൽത്തി വേർഷനിൽ കപ്പിളിനാണ് ബിഗ് താങ്ക്സ് പറയാനുള്ളത്. ഗൈസ് ഇത് പുതുവർഷം തന്നെയാണ് 2021 എല്ലാവർക്കും ഓരോരോ എന്താ പറയാ റെസൊല്യൂഷൻ. അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് എല്ലാരും ഇപ്പൊ തടികളൊക്കെ കുറച്ച് ഫാറ്റൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫിറ്റ് ചെയ്യാ. ഞാനും എന്റെ വയറൊക്കെ കുറച്ചൊന്നും മൊത്തത്തിൽ ഫാറ്റ് കുറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഷാഹിദിന്റെയും സൈഡൻ ഫിറ്റ് കപ്പിളിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാരും അവരുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യുക. ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാം നമുക്ക് അല്ലെ. പുതുവർഷമായിട്ട് നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാം. അതെ അതെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്തി ഇയർ ആയിട്ട് തന്നെ പോകണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് മാത്രമല്ല അവരുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വർക്കൗട്ടിനെ പറ്റിയും അവരുടെ ട്രെയിനിങ്ങിനെ പറ്റിയും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഓക്കെ, ഇനി ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഞാൻ. അതുവരെ ബൈ.